ഗാസയിലുടനീളം ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 25 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. സോഷ്യൽ മീഡിയ നിരോധനത്തിനോടനുബന്ധിച്ച് ഓസ്ട്രേലിയയിലെ കൗമാരക്കാരുടെ അക്കൗണ്ടുകൾ അടയ്ക്കാനൊരുങ്ങി ഇൻസ്റ്റഗ്രാം. ബെലമിൽ നടന്ന COP30യുടെ ഭാഗമായി സഹകരണത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും ആവശ്യകത അടിവരയിട്ട കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. ബില്ലുകൾ കാരണമില്ലാതെ തടഞ്ഞുവെക്കുന്നത് ഭരണഘടനാ വിരുദ്ധം. രാഷ്ട്രപതിയുടെ റഫറൻസിൽ സുപ്രധാന വിധിയുമായി സുപ്രീം കോടതി. ബീഹാർ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ അധികാരത്തിലെത്തുന്നത് 10ാം തവണ. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണ സുതാര്യത ഉറപ്പാക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ.